പറ്റുന്നില്ലല്ലോ, ഉറക്കെ പറഞ്ഞേ. M different ways to M different ways. Total M അതിലൊന്നും കേൾക്കുന്നില്ല. എന്താ സുഹാന, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്? An event can occur in M different ways. ഒരു സെക്കൻഡ്. റെസ്പോണ്ട് ചെയ്തേ അംജിത്തെ. സാർ. ഓക്കെടാ വീഷ്. ഓക്കെ, ആരാന്ന് പറഞ്ഞ അതിനാ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്? If an event പറഞ്ഞോ. If an event occur in M different ways and N different ways, the total M into N. An event can occur in M different ways, followed by another event can occur in N different ways. Then the total number of occurrences into M into Also called multiplication. Okay. M into N. Then combination NCR എങ്ങനെ കണ്ടുപിടിക്കണേ അഫീസ? NCR N factorial divided by N minus R factorial into R factorial. N factorial divided by N minus R factorial into R factorial. എന്താ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ N factorial? N factorial എന്താ ആദിൽ ജമാലെ N factorial എന്ന് പറഞ്ഞാൽ? പറഞ്ഞതാ. N factorial equal to N into N minus 1 into N minus 2 into N minus 3 etc. into 3 into 2 into 1. Okay, product of first N natural numbers. കേട്ടോ, product of first N natural numbers ആണ് N factorial. N factorial ആണെങ്കിൽ product of first 10 numbers, 10 natural numbers product ആയിരിക്കും. Then value of NC0. NC0 യുടെ വാല്യൂ എത്രയാണ്? NC0 എന്താ ഫെൻസാ? NC0 യുടെ വാല്യൂ NC0 ഫെൻസ എന്തൊക്കെയാ അപശബ്ദങ്ങളല്ലേ കേൾക്കണുള്ളൂ? ഫെൻസിലെ ശബ്ദം കേൾക്കണില്ലല്ലോ. ഇല്ല, ഫെൻസ ഒന്നും കേൾക്കുന്നില്ല. എന്താണ് വാല്യൂ ഓഫ് NCN? ഫിദ, NCN 1. NCN equal to 1. NCN equal to 1 ആണ് കേട്ടോ. N ഒബ്ജക്റ്റിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? NCN equal to 1. NC0യോ? NC0 ഫർഹാനെ, NC0 യുടെ വാല്യൂ എത്രയാണ്? NC0 1. NC0 equal to 1. NC0യും 1 ആണ്, NCN-ഉം 1 ആണ് കേട്ടോ. ശരി, ഇത് നമ്മൾ എഴുതി നിർത്തിയതിലേക്ക് വന്നു കേട്ടോ. എന്റെ കയ്യിൽ അതില്ല, എന്ത് ചെയ്യുന്ന നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നമ്മൾ ഇതിലെ 7C0 അങ്ങനെ എല്ലാ വാല്യൂസും വെച്ചായിരുന്നു, അവിടെയാണ് നിൽക്കുന്നത് അല്ലെ? 7C0 7C0 equal to എത്ര നമുക്ക് കിട്ടിയേക്കണേ? 7C0 യുടെ വാല്യൂ 7C0 equal to
1. 7C0 1. Okay. 7C1 now. 7C1 equal to 7. 7C1 7. 7C2 equal to എത്ര കിട്ടിയേക്കണത് പെട്ടെന്ന് പറഞ്ഞു 7C2 എന്താ മിർസ 7C2 എത്രയാണ് 21 ശരി 7C3 35 ശരി 35 7C4 equal to 35 ആണോ വ്യത്യാസം പറഞ്ഞാൽ കേട്ടോ 7C5 equal to 21 7C6 equal to 7 7C7 equal to 1 ആണോ പകുതിയെ ഞാൻ നിങ്ങളോട് ചോദിച്ചോളൂ ബാക്കി പകുതി ഞാൻ ചോദിക്കാണ്ട് എഴുതിയിട്ടുണ്ട് ശരി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ എന്തെങ്കിലും പ്രത്യേകത നമുക്ക് ഒരു സെറ്റോടെ കണ്ടുപിടിക്കാം ഒരു സെറ്റോടെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് എഴുതാം അത് എവിടെ എഴുതാം കേട്ടോ 6ന്റെ കാണാം 6C0 6C0 എത്രയാ 6 എത്ര വരും ആദ്യം 1 C0 എനിത്തിങ് C0 equal to 1 ആണോ 601 6C1 എങ്ങനെ കണ്ടുപിടിക്കണേ എങ്ങനെ കണ്ടുപിടിക്കാൻ തന്നെ പറഞ്ഞത് 6C1 എങ്ങനെയാ ആസിമെ 6C1 എങ്ങനെ കാണാം എളുപ്പത്തിൽ ഫോർമുല എളുപ്പത്തിൽ കാണാൻ പറഞ്ഞാൽ 6/1 മുകളില് വലുതിൽ നിന്ന് പുറകോട്ട് എഴുതണം താഴെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം കേട്ടോ 6/1 ഓക്കെ ഓർമ്മ എടുത്താൽ മതി 6C2 equal to 3 6C2 എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് 6 into 5 by 1 into 2. 5 divided by 1 into 2 equal to 15 വരും 6C3 എങ്ങനെ കണ്ടുപിടിക്കാം ലുക്മാൻ 6 into 5 into 4 6 into 5 into 4 by 1 into 2 into 3. ശരി മൂന്നെണ്ണം കൊടുക്കണം മുകളില് വലുതിൽ നിന്ന് ചെറുതിലേക്ക് 3 താഴെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് 3 ഓക്കെ 2 into 3 6 കട്ടായി പൊക്കോളും 5 into 4 20 എന്ന് വരും 6C4 ആണെങ്കിലോ 6 into 5 into 4 into 3 4 കൊടുക്കണം താഴെ അതുപോലെ 4 1 into 2 into 3 into 4 4 ഉണ്ട് 3 വെട്ടിപ്പോയിട്ടും 2 6 വെട്ടിപ്പോയിട്ട് 3 വരും 15 ആണോ 6C5 5 എഴുതണം പുറകോട്ട് ഒന്ന് പറഞ്ഞു 6C5 മിറിനെ 6C5 6 into 5 into 4 into 3 into 2 4 into 3 into 2 ശരി താഴെയോ 1 into 2 into 3 into 4 into 5 ശരി 5 ക്യാൻസൽ ആയിക്കോളും 4 ക്യാൻസൽ ആവും 3 ക്യാൻസൽ ആവും 2 ക്യാൻസൽ ആവും 6/1 6 ലാസ്റ്റ് 6C6 6 into 5 into 4 into 3 into 2 into 1 താഴെ ഇത് തന്നെ വരും 1 into 2 into 3 into 4 into 5 into 6 എല്ലാം വെട്ടി പോയിട്ട് 1 എന്ന് കേട്ടോ ഓക്കെ ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം കേട്ടോ പുറത്തേക്കൊന്ന് എടുത്തെഴുതിയേക്കാം ഇതിനകത്ത് ഒത്തിരി ഉണ്ടാവട്ടോ അതുകൊണ്ടാട്ടോ 6 7 ഒക്കെ നിർത്തത് വലിയ ഒത്തിരി എണ്ണം വരും 6C0 1 ആണ് 6C1 6 ആണ് 6C2 15 ആണ് 6C3 20 വരും
6C4 15 6C5 6 6C6 equal to 1. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. കമ്പയർ ചെയ്യാൻ പരസ്പരം അല്ല കേട്ടോ. ഓർമ്മ നോക്കുക, 7ന്റെ എല്ലാം നോക്കുക, 6ന്റെ എല്ലാം നോക്കുക. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? 7ന്റെ മാത്രം നോക്കുക, അതുപോലെ 6ന്റെ മാത്രം നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എന്താ കിട്ടിയേക്കണേ? എന്താ കിട്ടിയ ആൽഫിയ സുനീറെ? എന്തെങ്കിലും പ്രത്യേകത കണ്ടോ? ആ പെട്ടെന്ന് പറ, പെട്ടെന്ന് മറുപടി പറ. 7C3 7C4 ഈക്വൽ ആണ്. 7C3 7C4 ഈക്വൽ ആണ്. ശരി, 7C3 7C4 ഈക്വൽ ആണ്. പിന്നെ അതിന്റെ മുകളിലേക്കും താഴത്തേക്കും ഈക്വൽ ആയിട്ട് വരും. ഏതാണ്? മുകളിലേക്കും താഴേക്കും ഈക്വൽ ആയിട്ട് വരും. 7C2 21 7C5 21. 7C2 7C5 ഈക്വൽ ആണ്. പിന്നെ 7C1 7C6 7C1 7C6 ഈക്വൽ ആണ്. പിന്നെയോ 7C0 7C1 C7 7C0 7C1 ഈക്വൽ ആണ്. ശരി, ഏതായാലും താഴെ ഞാൻ ഒന്ന് എഴുതിയേക്കാം കേട്ടോ. നമുക്കിപ്പോ കിട്ടിയത് 7C0 കണ്ടാൽ മതി കേട്ടോ. 7C0 ഈക്വൽ ടു 7C7. 7C0 7C7 ഈക്വൽ ആണ്. 7C1 7C6 7C1 7C6 ഈക്വൽ ആണ്. 7C2 7C5 7C2 7C5 ഈക്വൽ ആണ്. 7C3 7C4 ഈക്വൽ ആണെന്ന് കിട്ടി. ശരി, രണ്ടാമത്തേതിൽ നിന്നോ? രണ്ടാമത്തേത് അങ്ങനെ നോക്കിയാല് രണ്ടാമത്തേതിനകത്ത് എങ്ങനെ റോസ് വരിക? Sir, 6C0 equal to 6C6. 6C0 6C0 6C6 സെയിം ആണല്ലേ? ശരി, ഞാൻ എഴുതാൻ താഴെ 6C0 equal to 6C6. പിന്നെ 6C1 equal to 6C5. 6C1 6C5 ഈക്വൽ ആണ്. ശരി, പിന്നെയുണ്ടോ? 6C2 6C4 ആണോ? 6C2 6C4 ഈക്വൽ ആണ്. പിന്നെയുണ്ടോ റോസ്മരിയ? ഇല്ല. ഇല്ല, അവിടെ ഒരെണ്ണം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അത് കാരണം അവിടെ എത്ര ടൈം ഉള്ളത്? 7 എണ്ണം ഉള്ളത് അല്ലേ? മൊത്തം 7 എണ്ണം ഉള്ളത് നോക്കിയേ. അപ്പൊ നടുക്കുള്ളത് ബാക്കി വന്നു. ഇവിടെ നോക്കി 7 എണ്ണം ഉള്ളത്. 1 2 3 4 5 6 7 7 എണ്ണം ഉള്ളതുകൊണ്ട് നടുക്കുള്ളത് ബാക്കി വന്നു. ഇവിടെ 8 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉള്ളതുകൊണ്ട് 4 4 ഈക്വൽ ആയിട്ട് പോയി. അവിടെ 3 ഈക്വൽ ആയിട്ട് വന്നുള്ളൂ. നടുക്കുള്ള ഒരെണ്ണം ബാലൻസ് വന്നു കേട്ടോ. ശരി, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറയാം? നമുക്ക് ജനറലൈസ് ചെയ്യണം ഈ റിസൾട്ടിനെ. ഏതൊക്കെയാ ഈക്വൽ ആയിട്ട് വന്നേക്കണം? ആ ഈക്വൽ ആയിട്ട് വന്നേക്കുന്നതുകൾ തമ്മിൽ നോക്കിക്കൊണ്ട് എന്തെങ്കിലും 7C0 7C7 7C1 7C6 7C2 7C5 7C3 7C4 ആ ഈക്വൽ ആയിട്ട് വന്നേക്കുന്നതുകൾ നോക്കിക്കൊണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എത്ര ഓക്കെ. ഇനി എന്തെങ്കിലും ഒരു പ്രത്യേകത പറയാമോ? പ്രത്യേകത അല്ല, എപ്പോഴാണ് ഈക്വൽ ആയിട്ട് വരുന്നതെന്നൊന്നും പറയാമോ? എപ്പോഴൊക്കെയാണ് ഈക്വൽ ആയേക്കണത്? 7C0 ഈക്വൽ ആയേക്കണത് 7C7 ആണ്. ആ മോഡൽ ആദ്യം എഴുതിയേക്കണ എല്ലാം 7 ആട്ടോ. അത് നോക്കണ്ട. ആദ്യം എഴുതിയേക്കണ എല്ലാം 7 ആണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇതെല്ലാത്തിനും 7 ആണ്.
7 7 എല്ലായിടത്തും 7 ഉണ്ട്. ആദ്യത്തെ ടേം നോക്കണ്ട. എന്താ വേറെ പ്രത്യേകത എന്തെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴും ഈക്വൽ ആയേക്കണത്? 6 വരെല്ലാം കൂട്ടുമ്പോ 7 റിസൾട്ട് വരുന്നത്. എങ്ങനെ 0 + 7 7, 1 + 6 7, 5 + 2 7, 3 + 4 7. ഈ താഴെയുള്ള അല്ലെ 0 + 7 7, ഈ മുകളിൽ 7 വന്നു. 1 + 6 7 ആണ്. 2 + 5 7 ആണ്. 3 + 4 ഇവിടെ ആയതുകൊണ്ട് 7. ഇവിടെ 6 ആട്ടോ. 6 ആയപ്പോ നോക്കിയേ 0 + 6 6, 1 + 5 6, 2 + 4 6. അങ്ങനെ ആണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ n ജനറലൈസ് ചെയ്ത് പറയുകയാണെ NCX = NCY. if and only if എപ്പോഴൊക്കെയാണ് NCX = NCY ആകുന്നത്? എപ്പോഴായിരിക്കും? NCX ഉം NCY ഉം എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? എപ്പോഴാണ്? X + y = n. X + y = n. ഇവിടെ കണ്ടില്ലേ 0 + 7 രണ്ടുപേരുടെയും കൂട്ടുമ്പോൾ n കിട്ടണം. 1 + 6 7, 2 + 5 7, 3 + 4 7. NCX = NCY if X + y = n, അല്ലെങ്കിൽ X = y ആയാലും മതി കേട്ടോ. X ഉം Y ഉം സെയിം ആണെങ്കിലും ഈക്വൽ ആയിട്ട് വരും. X ഉം Y ഉം NC2 = NC2, അല്ലെങ്കിൽ 6C2 = 6C2. അങ്ങനെ എഴുതിയാലും X ഉം Y ഉം സെയിം ആണെങ്കിലും ഈക്വൽ ആണല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? X ഉം Y ഉം ഒരു നമ്പർ ആണെങ്കിലേ X ഉം Y ഉം ഒരു നമ്പർ തന്നെയാണെങ്കിലും ഇപ്പൊ 7C3 7C3, X ഉം Y ഉം ഒരു നമ്പർ ആണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. X നമ്പറും ഒരു നമ്പർ ആണെങ്കിലും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ X ഉം Y ഉം കൂട്ടുമ്പോൾ n കിട്ടിയാലും ഇത് തമ്മിൽ സെയിം ആയിരിക്കും കേട്ടോ. ഇത് രണ്ടും സെയിം ആയിരിക്കും. NCX ഉം, അതായത് ഇത് ഓർഡറിലാട്ടോ മക്കളെ വേണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറയാം. ആദ്യം 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 7 21 35 കൂടി, പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞു പോകട്ടോ. 35 21 7 1. ഇവിടെ നോക്കിയേ 1 6 15 20, വീണ്ടും അതുപോലെ കുറഞ്ഞു പോകും 15 6 1. അപ്പൊ കൂടിപ്പോവും, കൂടിപ്പോയിട്ട് അതുപോലെ തന്നെ കുറഞ്ഞു വരും കേട്ടോ. കോമ്പിനേഷൻ കൂടിപ്പോയിട്ട് അതുപോലെ തന്നെ കുറഞ്ഞു വരും ഓർഡർ എടുക്കുമ്പോൾ. അപ്പോൾ NCX ഉം NCY ഉം ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ X ഉം Y ഉം ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ X ഉം Y ഉം കൂട്ടിക്കഴിഞ്ഞാൽ n കിട്ടും. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ഒരു റിസൾട്ട് ആണത്. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, ഇങ്ങനെ പറയാം NCR = NC പറയാമോ? NCR = ഫിൽ ചെയ്യാമോ? അല്ലെങ്കിൽ സെയിം സംഭവം തന്നെ വേറെ രീതിയിൽ പറയുന്നതാ. NCR എപ്പോഴാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? NCR = NC. ഇവിടെ കണ്ടീഷൻ പറഞ്ഞു തന്നെ രണ്ടിന്റെയും കൂട്ടുമ്പോൾ n വരണ്ടേ? ഈക്വൽ ആവണമെങ്കിൽ രണ്ടിന്റെയും കൂട്ടുമ്പോൾ n വരണമല്ലോ. അതെ, X ഉം Y ഉം കൂട്ടിയാൽ n വരണം. അതുപോലെ NCR = NC എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇവിടെ എന്ത് കൊടുക്കാം? NCR = കൂട്ടുമ്പോൾ n കിട്ടണം. NCR = എന്തായിരിക്കും ഭീമ കരീമേ? NCR = NCR എന്ന് വരില്ലേ? NCR = NCR വരും. അല്ലാണ്ട് NCR അല്ലാതെ വേറെ നമ്പർ വന്നാൽ ഏതായിരിക്കും? Y വന്ന R + y = n എന്ന്. Y ഇല്ലല്ലോ. ഇവിടെ ഞാൻ Y എടുത്തിട്ടില്ല. അവിടെ X ഉം Y ഉം കൊടുത്തതിന് R കൊടുത്തേക്കണമെന്നുള്ളൂ. ഇവിടെ Y ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതേക്കില് 10C4 ഈക്വൽ ആയിട്ട് വരുന്ന സംഭവം ഏതാ? 10C5 അല്ല. 10C4 ഈക്വൽ ആയിട്ട് വരുന്ന 10C5 അല്ല. എപ്പോഴാണ് ഈക്വൽ ആവണെന്നാ പറഞ്ഞു തന്നത് ഭീമ? ഇപ്പോ
താഴെയുള്ള രണ്ടും കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 10 കിട്ടണം. 10 കിട്ടണ്ടേ? താഴെയുള്ള രണ്ടും കൂട്ടുമ്പോൾ 10 കിട്ടണം. 4 5 കൂട്ടിയാൽ 10 ആണോ? അല്ല. ആ 9. ആ ശരി, ഞാൻ അടുത്ത് നിങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെയാണ്. അപ്പൊ എത്ര വന്നം? അപ്പൊ 6 വന്നം. 6 വന്നം. 10C4 നോട് ഈക്വൽ 10C6 ആ. 10C4ഉം 10C6ഉം ഈക്വൽ ആയിരിക്കണം. അത്ര എന്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇപ്പൊ ഇവിടെ NC6 ആണെങ്കിൽ ഇവിടെ ഏത് വന്നം? ഈ 6 എങ്ങനെ കിട്ടിയെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൊ പറയാൻ പറ്റും. NC6 ആണെങ്കിൽ 10C4 NC6 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? NC ഇവിടെ 4 ആയിരുന്നപ്പോൾ 6 വന്നു. അതുപോലെ ആലോചിച്ചാൽ കിട്ടും. ഒത്തിരി കൈകളുണ്ട്, ഞാൻ ചോദിക്കാം. ഗെയിമിക്ക് പറയാനൊരു അവസരം കൊടുക്കട്ടെ. ഭീമ പെട്ടെന്നാവട്ടെ. കിട്ടണല്ലോ സാർ. കിട്ടണല്ല. എന്താ ജമീലത്തെ? N-6 ആണ്. N-6. ഗുഡ്. NC N-6 ആണ് കേട്ടോ. രണ്ടുകൂടെയും കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? 6ന്റെ കൂടെ N-6 കൂട്ടിയാൽ 6ഉം N-6ഓടെയും കൂട്ടിയാൽ 6ഉം -6ഉം വെട്ടിപ്പോയിട്ട് N കിട്ടും. 10ഉം 4ഉം കൂട്ടിയാല്, സോറി 10ൽ നിന്ന് 4 കുറച്ച് എന്ത് കിട്ടും? NCR. ഇവിടെ കിടക്കണമെങ്കിലല്ലേ 10C4. അതിനോട് ഈക്വൽ ആയിട്ട് വരുന്നതാണ് 10C. ഈ 10-4 6 എന്ന് പറഞ്ഞാൽ 10-4. അപ്പോൾ NCR ഈക്വൽ ടു NCN-6 ആണ് കേട്ടോ. NCR ഈക്വൽ ടു NCN-6 ആണ്. എഴുതുന്നതിന് വേറെ കുറച്ച് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈക്വൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ ചോദിക്കാം. 100C2 ഈക്വൽ ആയിട്ട് വരേണ്ടവരെന്ന് പറഞ്ഞേ. 100C2 ഈക്വൽ ആയിട്ട് അസ്ലമേ 100C2 ഈക്വൽ ആയിട്ട് എന്ത് വരും? 100C98. ആ 100C98. രണ്ടും ഒന്നായിരിക്കും. 100C98. 50C10 എന്താ ഷാഹിൻ ഷാഹിനോട് ഈക്വൽ ആയിട്ട് വരുന്നത്? 50C10 ഈക്വൽ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? 50C40. 50C40. വെരി ഗുഡ്. 50C രണ്ടുകൂടെയും കൂട്ടുമ്പോൾ 50 കിട്ടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. 39C13 ഇതിനോട് ഈക്വൽ ആയിട്ട് എന്ത് വരും? എന്തായിരിക്കും റിസ്വാന ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്നത്? 39C13 39C26. ആ 39C26. കൂടുതലുണ്ടോ? റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. റിസൾട്ട് NCR ഈക്വൽ ടു NCN-6. NCR ഈക്വൽ ടു NCN-6. NCR ഈക്വൽ ടു NCN-6. അല്ലെങ്കിൽ എഴുതിച്ചേരെ വേറെ രീതിയില് or NCX equal to NCY if X equal to Y or X plus Y equal to N. രണ്ടും സെയിം ആണ് കേട്ടോ. NCRും NCN-6ഉം സെയിം ആയിരിക്കും. NCRും NCN-6ഉം സെയിം ആണ്. NCXും NCYയും ഈക്വൽ ആവണമെങ്കിൽ Xും Yയും ഈക്വൽ ആവാം, അല്ലെങ്കിൽ X plus Y ഈക്വൽ ടു N ആയിരിക്കണം. Okay. Exercise 7.4. Exercise 7.4. കണ്ടോ? പ്രശ്നമൊക്കെ എടുത്തോ? ശരി, നിങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തരണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, NC8 equal to NC2. Find NC2. NC8ഉം NC2ഉം ഈക്വൽ ആണെന്ന്. NC8ഉം NC2ഉം ഈക്വൽ ആണെങ്കിൽ NC2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. NC2ന്റെ വാല്യൂ നമുക്ക് വേണം.
NC8 NC2 ഈക്വൽ ആണെങ്കിൽ n എത്ര വരും സാറാ? 10 വരും. n ഈക്വൽ ടു 8 പ്ലസ് 2 ആണ് കേട്ടോ. n ഈക്വൽ ടു 8 പ്ലസ് 2 ഈക്വൽ ടു 10 വരും. NC8 NC2 ഈക്വൽ ആണെങ്കിൽ n ന്റെ വാല്യൂ 10 ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിച്ചോളണം. NC2 NC8 ഈക്വൽ ആണെന്നുണ്ട്. അപ്പൊ n ന്റെ വാല്യൂ 10 ആയി. n ന്റെ വാല്യൂ 10 ആണെങ്കിൽ കേട്ടില്ല? പേജ് നമ്പർ ഒന്ന് പറയാമോ? എന്റെ കയ്യിൽ ആ ടെക്സ്റ്റ് അല്ല മോളെ. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ടെക്സ്റ്റ് അല്ല എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞ പേജ് നമ്പർ ഏതാ മിർസ? പേജ് നമ്പർ 153. ഓക്കെ, 53 കേട്ടോ. ശരി. അപ്പൊ n ഈക്വൽ ടു 10 എന്ന് കിട്ടിയിട്ട് നോക്ക്. n ഈക്വൽ ഏതാ കണ്ടുപിടിച്ചത്? NC2 കാണണം. NC2 എന്ന് പറഞ്ഞാൽ 10C2. ഫോർമുല അപ്ലൈ ചെയ്യാതെ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ്? ഞാൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫോർമുല അപ്ലൈ ചെയ്യുന്നവർക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അല്ലാതെ കണ്ടുപിടിക്കാൻ ഞാനൊരു എളുപ്പമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ എളുപ്പമാർഗം അനുസരിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം അൽസാഫെ? 10C2. നീ പറഞ്ഞ 10C2 എങ്ങനെ കാണാം? 10 into 9 10 into 9 2 മതി. താഴെ 2 അല്ലേ? 10 into 9 2 മതി. താഴെയോ 1 into 2. 1 into 2. താഴെ 2. അതിന്റെ എളുപ്പം 2ഉം 10ഉം വെട്ടിപ്പോയി 5 വരും. 5 into 9 45. ഫോർമുല അപ്ലൈ ചെയ്യണേക്കാളും എളുപ്പമല്ലേ? ഫോർമുല നിർബന്ധമുള്ളവർ ചെയ്ത് നോക്കിക്കോ കേട്ടോ. 2 1 നമ്മൾ ഇത് തന്നെ ചെയ്യാൻ പറ്റില്ലാണ്ടിരിക്കും അല്ലെ? അന്നേരമാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. Question number 2. ആ ടൈപ്പ് ചോദിക്കാറുള്ള കേട്ടോ മക്കളെ. Question number 2 ആ പാറ്റേൺ ചോദിക്കാറുള്ളതാണ്. ഞാൻ ചെയ്ത് കാണിക്കാം കണ്ടിരുന്നോളൂ കേട്ടോ. ഡിറ്റർമൈൻ n കണ്ടുപിടിക്കണം. ആദ്യത്തെ ഞാൻ ചെയ്യാം, രണ്ടാമത്തെ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കണം. എനിക്ക് പറഞ്ഞു തന്നാൽ മതി, എന്നെ സഹായിച്ചാൽ മതി. Question number 2. Determine if 2NC3 is to NC2 equal to 12:1. NC3 അല്ലേ? NC എന്റെ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. 2NC3 is to NC2 equal to 12:1. ഇങ്ങനെയല്ലോ ഹാഷിമേന്റെ ടെക്സ്റ്റ് കാണണേ. എന്റെ രണ്ടാമത്തെ 12:3 അല്ലേ? അതായത് രണ്ടാമത്തെ ക്വസ്റ്റിന് 2 സബ്പാർട്ട് അല്ലേ? ഉണ്ടോ? സർ രണ്ടും NC3 ആ? ഉണ്ട് സർ, രണ്ടിലും 2NC. ക്വസ്റ്റ്യൻ ഒന്നും പോലെ 2NC3 NC3. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2NC3 NC3 ആണ് എന്റെ. നിങ്ങളുടെ അങ്ങനെയാണോ? മനസ്സിലായില്ല? ഞാൻ എഴുതാം. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കിടക്കണാണ് 2NC3 is to NC2 equal to 12:1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് 2NC3 is to NC3 equal to 11:1. ഇതാണ് എന്റെ ടെസ്റ്റ് കിടക്കുന്നത്. ആദ്യത്തേതിൽ 2NC2 ആണ്. 2NC2 ആണ്. അല്ല, 2NC3 is to NC3. സർ 3 ആണ് എന്റേലും. എന്റെ 12:1 ആയിട്ടാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെല്ലാം 3 അടക്കം. 3 എന്ന് പറഞ്ഞത് NC3 എന്നാണോ? 2NC3 NC3 ആണോ? 2NC3 is to NC3. എടാ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ആ രണ്ടാമത്തെ ക്വസ്റ്റിനകത്തോ ടെക്സ്റ്റിനകത്ത് അതും ഇതുപോലെ തന്നെ. പിന്നെ 11:1 എന്നുള്ള അപ്പുറത്തെ സെക്കൻഡ് പാർട്ട്. അതിന് മാത്രമേ മാറ്റുള്ളൂ അല്ലേ?
അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഇത് NC2 തന്നെ ചെയ്തോ, രണ്ടും ഒരുപോലെ ആയിരിക്കില്ലേ? രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് ഒന്നായി പോവില്ലേ? കാൽക്കുലേഷൻ ഒരുപോലെ ആവില്ലേ? അപ്പൊ നമുക്കത് മാറ്റി ചെയ്യില്ലെന്നല്ലോ, അത് രണ്ടും ഒരുപോലെ ചെയ്യണോ? രണ്ട് NC3 എടുക്കണോ? ഒരു വ്യത്യാസം കിടക്കല്ലേ നല്ലത്. 2NC3 NC2 ഇത് തന്നെ ചെയ്യാം കേട്ടോ, ഇത് തന്നെ ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ആക്കിയപ്പോ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരെണ്ണം NC2 ഒരെണ്ണം NC3 ചെയ്യാം. രണ്ടും രണ്ട് രീതി കിടന്നോട്ടെ. കേട്ടോ, ഞാൻ തൽക്കാലം ഇതാണ് ചെയ്യണേ. ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുപോലെ ആക്കുക കേട്ടോ, മറ്റു രണ്ടും ഒന്നായി പോയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ കിടക്കട്ടെ, അത് പിന്നെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടിനും ഉണ്ടാവില്ല, രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് ഒന്നായി പോകും. പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ഇച്ചിരി കാൽക്കുലേഷൻ ചെയ്യാതായാലും ശരി. ഈസ്റ്റ് വന്നാൽ നിങ്ങൾ എങ്ങനെയാ പിള്ളേരെ എടുക്കണത്? ഈസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ സാധാരണ ചെയ്യണേ? എങ്ങനെയാ ഭീമ? 2NC3 by NC3. ഓക്കെ, ഡിവിഷൻ എടുക്കും അല്ലെ. 2NC3 ദാറ്റ് ഈസ് 2NC3 by NC2. 2NC3 by NC2 equal to 12 by 1 എന്നാവും. ശരിയല്ലേ? 2NC3 by NC2 2NC3 by NC2 equal to 12 by 1. Then ആദ്യത്തെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു തന്നെ. ആദ്യത്തെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു തന്നെ. അസ്ലമേ, ന്യൂമറേറ്റർ പറഞ്ഞു. അസ്ലമേ, 2NC3 എന്ത് വരും? അസ്ലം റഷീദ് എവിടെ പോയാ? കാണാനല്ലോ. സുഹാന, ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്യാനാണോ? ന്യൂമറേറ്റർ. ഈ ന്യൂമറേറ്റർ നമ്മൾ കോമ്പിനേഷന്റെ ഫോർമുല വെച്ച് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ എങ്ങനെയെങ്കിലും എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ പറഞ്ഞോ, അതായിരിക്കും എളുപ്പം. ഫോർമുലയേക്കാൾ എളുപ്പം അതായിരിക്കും. എന്ത് വരും ന്യൂമറേറ്റർ? 2 into 5 അങ്ങനെയാണോ? 2 into എന്നിന് ഇത് കൊടുത്ത് വാല്യൂ കൊടുത്ത് അങ്ങനെയാണോ സാർ ഉദ്ദേശിച്ചത്? അല്ല, എന്നിന് വാല്യൂ എന്താ കൊടുക്കണേ? 5 എവിടെ നിന്നിട്ട്? അല്ല 5 എവിടെ നിന്ന് കിട്ടും? ഇല്ല സാറിന് റേഷ്യോയിലും 5 ഇല്ല. അല്ല, ഞാൻ 3+3 അങ്ങനെ ഞാൻ നോക്കി. അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് ഈക്വൽ ടു തന്നാലല്ലേ അങ്ങനെ എടുക്കണത്. മനസ്സിലായി സാർ. ഇത് റേഷ്യോയാണ് കേട്ടോ, ഈക്വൽ ടു തന്നാലാണ് അങ്ങനെ എടുക്കണത്. ശരി ശരി, പറഞ്ഞോ. 2NC3 കണ്ടുപിടിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ. 10C3 ആണെങ്കിൽ എങ്ങനെ എഴുതണേ? 10C3 എങ്ങനെ പറഞ്ഞു? 10C3യുടെ വാല്യൂ എങ്ങനെയുണ്ട്? 10 into 8 by 1 into 2 into 3. അങ്ങനെ പറയാനാ ഞാൻ പറഞ്ഞത്. 10 into 9 into 8 by 1 into 2 into 3. അതുപോലെ 2NC3 പറയാൻ 2n into 2n minus 1 into 2n into 2n minus 1 into 2n minus 2. 2n minus 2. 2n into 2n minus 1 into 2n minus 2 by 1 into 2 into 1 into 2 into 3. Okay, divided by ini താഴെ NC2 വരണം. NC2 n into n minus 1. n into n minus 1 by 1 into 1 into 2 equal to 12 by 1. Okay, രണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ടോ കോമ്പിനേഷന്റെ റിസൾട്ട് അനുസരിച്ച് 2NC3 എന്ന് പറഞ്ഞാൽ 2n into 2n minus 1 into 2n minus 2 divided by 1 into 2 into 3.
താഴെ അതുപോലെ തന്നെ NC2 n into n minus 1 divided by 1 into 2. Okay, 12 by 1. ഇവിടെ ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഡിവിഷന് വേണ്ടിയിട്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അടുത്ത സ്റ്റെപ്പിനകത്ത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ചെറിയൊരു അറേഞ്ച്മെന്റ്സ് കൊണ്ട് ചെയ്തെഴുതാം കേട്ടോ. ഇതിനെ ന്യൂമറേറ്ററിനെ ശ്രദ്ധിച്ചോ കേട്ടോ. 2n into 2n minus 1 into ഈ അവസാനത്തെ ബ്രാക്കറ്റിൽ നിന്ന് ഇവിടെ നമുക്ക് എന്ത് കോമൺ ആയിട്ട് കിട്ടാം? ഈ ലാസ്റ്റ് ടേമിൽ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റാൻ പാടില്ലേ? ലാസ്റ്റ് ടേമിൽ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് 2 into n minus 1 എന്നാവില്ലത്? 2 into n 2 into n 2n 2n minus 2, അതായത് ആ 2n minus 2 ൽ ഞാൻ ഒരു 2 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റിട്ടോ. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് ഇത് തന്നെ തന്നെയാണ്. സർ ഇടക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടോ? അതെയോ ഫാത്തിമയ്ക്ക് മാത്രമാണോ? എല്ലാവർക്കും ഉണ്ട് സർ. ബ്രേക്ക് ആവുന്നുണ്ട് സാർ. ഉണ്ടല്ലേ? ശരി. ഒരു സെക്കൻഡ് കേട്ടോ. ശരി, ഈ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. റെസ്പോണ്ട് ചെയ്താലും അഫീസ എപ്പോഴും ഉണ്ട്. ശരി, ചെറുതായിട്ട് ചെറുതായിട്ട്. അതെ സാർ. വീഡിയോയും വോയിസും ബ്രേക്ക് ആവുന്നുണ്ട്. രണ്ടും ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ, ഇപ്പൊ കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, ശരി. ഞാൻ എന്നാലേ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ബോർഡ് കിട്ടി മക്കളെ? ബോർഡ് കിട്ടിയില്ലേ? ശരി. ഓക്കെ, 2n ഇത് കണ്ടോ, ന്യൂമറേറ്റർ ആണ് പറയുന്നത്. 2n into 2n minus 1. ഈ അവസാനത്തെ ടേബിളിൽ നിന്ന് ഞാൻ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റിട്ടോ. അപ്പോൾ 2 into n minus 1 ആയി. താഴെ മാറ്റമില്ല. 1 into 2 into 3 into ഡിവിഷൻ ആകുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. റാഷണൽ നമ്പറിന്റെ ഡിവിഷൻ ആകുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. റെസിപ്രോക്കൽ എന്ത് വരും? 1 into 2 divided by n into n minus 1 equal to 12 by 1. 1 into 2 by n into n minus. നമുക്ക് കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയും പോകും നോക്കി. 1 into 2 ഇവിടെ ഇപ്പൊ കൂടുതലോ 1 into 2 കട്ടായി പോകും. ദെൻ n കട്ടായി പോകും. n minus 1 കട്ടായി പോകും. ബാക്കി ഇവിടെ എന്തുണ്ടെന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡില് ബാക്കി എന്തുണ്ട്? ലെഫ്റ്റ് സൈഡില് എന്താ ഫെൻസാ ബാക്കി വരുന്നേ? 2 into 2n minus 1. അത്ര ഉള്ളോ? അല്ല, into 2. Into 2. അപ്പോൾ 4 into 2n minus 1.
4 into 2n minus 1 equal to എന്ത് വരും പറയാം? 12 ആവില്ലേ? 12 വരും. ഈ 4ന് ഇപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ 2n minus 1 equal to 12/4 ആവില്ലേ? 3 ആവില്ലേ? 2n minus 1 equal to 3. 2n equal to 1 അങ്ങോട്ട് പോകുമ്പോൾ 4 ആകും. n equal to 2 എന്ന് കിട്ടും. n equal to 2. 1 into 2 into 3 ൽ 3 എന്തേ? മാറിപ്പോയിടാ. താഴത്തെ 3 എടുത്തില്ല അല്ലേ? സോറി. താഴത്തെ 3 എടുത്തില്ല. ഓക്കെ, മിസ്റ്റേക്ക് ആണോ? ഇവിടെ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. കളഞ്ഞേക്കാം. സെൻസാ 4 into 2n minus 1 by 3. 3 പറഞ്ഞില്ല? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നെ ചതിച്ചു അല്ലേ? ശരി. 12/1. 4 into 2n minus 1 by 3 ഉണ്ടായിരുന്നു. 3 12/1 12. ഓക്കെ, അപ്പോൾ എന്താവും? 4 into 2n minus 1 equal to 36. 2n minus 1 equal to 4 അപ്പുറത്തേക്ക് വരുമ്പോൾ 36/4 equal to 9 ആവും. 2n minus 1 9. 2n equal to 10 ആകും. n equal to 5 വരും കേട്ടോ. n equal to 5. n equal to 5 ആണ് കറക്റ്റ് ആൻസർ. n equal to 5. കംപ്ലീറ്റ് ചെയ്തോ? മോൾ എഴുതിയായിരുന്നോ? എഴുതി വന്നേ. കഴിഞ്ഞൊരു അടുത്ത് ചെയ്തോട്ടോ. രണ്ടാമത്തെ ചെയ്തേ. ആ മുകളിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുക്കുന്ന കാര്യം ഓർക്കണം കേട്ടോ. ആ 2 കോമൺ ആയിട്ട് എടുത്താലേ നമുക്ക് n-1 കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത പ്രോബ്ലത്തിൽ അത് വരും. നോക്ക, 2 കോമൺ ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരിടത്ത് 2n-2 ഉണ്ട്, താഴെ n-1 ഉണ്ട്. ആ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് പാൻ്റെ കാര്യം പ്രത്യേകം ഓർക്കണം. ഒന്ന് താഴ്ച സ്ക്രോൾ ചെയ്യോ? യെസ്, ചെയ്യാലോ. കഴിഞ്ഞവരെ അടുത്ത് ചെയ്തോളൂ കേട്ടോ. സർ, ക്വസ്റ്റ്യൻ ഒന്ന് പറയാവോ? അടുത്ത ക്വസ്റ്റ്യനാ. ശരി, ഞാൻ ഇവിടെ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2nc3 is to nc3 equal to 11:1. 2nc3 is to nc3 equal to 11:1. Two nc3 is to nc3 equal to 11:1. ചെയ്തോളൂ കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തേ. ന്യൂമറേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്ററിൽ 2nc3 ആവുന്നുള്ളൂ. ടു nc3 by nc3 equal to 11/1 അല്ലെങ്കിൽ 11. 2nc3 നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞതാണ്. 2n into 2n-1 into 2n-2 by 1 into 2 into 3 by nc3.
NC3 n into n minus 1 into n minus 2 by 1 into 2 into 3 equal to 11. ആ ഡിനോമിനേറ്റർ രണ്ടും കട്ടായിപ്പോക്കോളൂ. രണ്ടും സെയിം ഡിനോമിനേറ്റർ അല്ലേ? 1 into 2 into 3 1 into 2 into 3 ഡിനോമിനേറ്ററും കട്ടായിപ്പോക്കോളും. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഴുതിക്കൊള്ളുക. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ബാക്കിയുടെ 2n into 2n minus 1 into 2 into n minus 1 താഴെ n into n minus 1 into n minus 2 equal to 11. n into n minus 1 മുകളിലും താഴെയും കട്ടായി പോകും. ബാക്കി 4 into 2n minus 1 by n minus 2 equal to 11. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഏതെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആദ്യത്തിനകത്ത് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. സാർ മറ്റേ ന്യൂമറേറ്ററിൽ 2n minus 2 എന്നല്ലേ ഇത് മാറിപ്പോയിട്ടുണ്ടോ? 2n minus 2 എന്നാണ്. 2n minus 2 എന്നാലോ ഞാൻ എഴുതിയേക്കണേ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്നപ്പോ 2n കോമൺ ആയിട്ട് വെളിയിലിട്ട് എടുത്തപ്പോ n minus 1 എന്നല്ലേ എഴുതിയാണ്. ആ 2 കോമൺ ആയിട്ട് ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് ബാക്കി n minus 1 അല്ലേ ഉള്ളൂ. മനസ്സിലായി. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? എന്ത് ചെയ്യാം ജിത്തെ? n minus 2 അപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പൊ നീ പറഞ്ഞോ 4 into 2n minus 1 equal to n minus 2 പ്രത്യേകിക്കും എന്താവും? 11 into n minus 2. 11 into n minus 2. ഇനി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. 4 into 2n 8n minus 1 അല്ല minus 4 equal to 11n minus 22. Minus 22. Okay. 8n ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 11n minus 8n 22 അപ്പുറത്തേക്ക് പോട്ടെ. 22 minus 4. That is 3n equal to 18. n equal to 18 by 3 6. Sir, ഈ n minus 2 RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് n plus 2 ആവില്ലേ? n minus 2 ആദ്യത്തെ സ്റ്റെപ്പില് 11 into n minus 2 എന്നല്ലേ? ആ n minus 2 അവിടെ n plus 2 ആണോ? ആകൂ? ഇല്ല, ആകില്ല. എപ്പോഴാ സൈൻ മാറണേ? അത് വാല്യൂ ഉള്ളപ്പോൾ മാത്രമാണ് മാറുള്ളൂ. വാല്യൂ ഉള്ളപ്പോഴും മാറില്ല. അവിടെ വാല്യൂ ഉള്ളപ്പോഴല്ല, ആ ഓപ്പറേഷനിലല്ല സൈൻ മാറുന്നത്. സൈൻ മാറുന്നത് അഡീഷൻ റൈറ്റ് സൈഡിലേക്ക് പോയാൽ സബ്ട്രാക്ഷൻ ആവും. സബ്ട്രാക്ഷൻ റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ സൈഡ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷൻ ആവും. ഇത് ഡിവിഷൻ അല്ലേ? ഡിവിഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്രോഡക്റ്റ് ആവും. അതിന് സൈൻ മാറില്ല. ഡിവിഷൻ മറുസൈഡിലേക്ക് കൊണ്ടുപോയാൽ പ്രോഡക്റ്റ് ആവും. പ്രോഡക്റ്റ് മറുസൈഡിലേക്ക് കൊണ്ടുപോയാൽ ഡിവിഷൻ ആവും. അല്ല, അപ്പോ ഈ n minus 2 എന്നുള്ള ടേം ഒരൊറ്റ ടേം ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. n minus 2 ഒരു ടേം. n minus 2 സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സൈൻ മാറില്ല കേട്ടോ. അപ്പുറത്തേക്ക് വരുമ്പോഴേ ഒരു കാരണവശാലും സൈൻ മാറില്ല. 40/4 എത്രയാ മിർസ? 10. അപ്പൊ 40 ഈക്വൽ ടു ഈ 4 അപ്പുറത്തേക്ക് കൊണ്ട് എന്ത് സംഭവിക്കും? സൈൻ മാറുമോ? ഇവിടെ ഡിവിഷൻ ആണ്.
ഇത് ഡിവിഷൻ ആണ്. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവുന്നുള്ളൂ. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, സൈൻ മാറില്ല. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ആവും. അഡീഷൻ ആണെങ്കിലാണ് സൈൻ മാറുന്നത്. അഡീഷൻ സൈൻ മാറി, അതായത് സൈൻ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ സബ്ട്രാക്ഷൻ ആയിട്ട് മാറും. അതാണ് സൈൻ മാറുക എന്ന് പറഞ്ഞത്. സബ്ട്രാക്ഷൻ സൈൻ മാറുക, അഡീഷൻ ആയിട്ട് മാറും. ക്വസ്റ്റ്യൻ നമ്പർ 3. വായിച്ച് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3. How many chords can be drawn through 21 points on a circle? എന്താ കോഡ് എന്ന് പറഞ്ഞ? കോഡ് എന്താ അൻസാഫെ? കോഡ് എന്ന് പറഞ്ഞ അൻസാഫ്? ഒരു സർക്കിളിന്റെ രണ്ട് ഇതായിട്ട് പോയിന്റ് ഡയമീറ്റർ താഴെ വരുന്ന, ഡയമീറ്ററിന്റെ താഴെയായിട്ട് വരുന്ന ലൈൻസ് ആയിട്ട് തന്നെയല്ലേ? ഡയമീറ്ററിന്റെ താഴെ വരുന്ന ലൈൻസ് സർക്കിളിന്റെ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ താഴെ വരുന്ന ലൈൻസ്. സർക്കിള്, ഡയമീറ്റർ, ഇതാണോടാ? സർക്കിളിന്റെ ഉള്ളില് ആ ഇപ്പൊ ഡയമീറ്റർ ലെങ്ത് കുറഞ്ഞു വന്നില്ലേ? ഡയമീറ്റർ ലെങ്ത് കുറഞ്ഞു വന്നതാ? ആ, ഡയമീറ്റർ ലെങ്ത് കുറഞ്ഞപ്പോ ഡയമീറ്റർ അല്ലാണ്ടായി. നീ ഉദ്ദേശിക്കുന്നത് ശരിയായിരിക്കും, പറയുന്നത് ശരിയാവല്ല. പോയിന്റ്സ് തമ്മിൽ കൂട്ടിമുട്ടിക്കില്ലേ? ആ, സർക്കിളിലെ 2 പോയിന്റ്സ് കേട്ടോ. ഓക്കെ ഓക്കെ. ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു കോഡാണ് കേട്ടോ. ഡയമീറ്ററും കോഡാണ്. സർക്കിളിലെ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. സർക്കിളിലെ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ കോഡാണ്. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് കേട്ടോ. ഇതൊക്കെ കോഡ്സ് ആണ്. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതൊക്കെ കോഡ്സ് ആയിരിക്കും. ഇതൊരു കോഡാണ്, ഇത് വേറൊരു കോഡാണ്. ഇഷ്ടംപോലെ വരയ്ക്കാം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ? എത്ര കോഡ് വരയ്ക്കാന്ന്? ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിനകത്ത് അല്ലെങ്കിൽ ഒരു സർക്കിളില് 21 പോയിന്റ്സ് മാർക്ക് ചെയ്യും. കേട്ടോ, 21 പോയിന്റ്സ്. ഞാൻ ഇവിടെ എണ്ണൊന്നുമില്ല കേട്ടോ. സർക്കിളിനകത്ത് ഇതുപോലെ 21 പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോഡ് വരയ്ക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. 21 പോയിന്റ്സ് മാർക്ക് ചെയ്താൽ എത്ര കോഡ് വരയ്ക്കാം? എത്ര പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ എണ്ണണില്ല, നിങ്ങൾ എണ്ണണ്ട. ഇതുപോലെ 21 പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോഡുകൾ വരയ്ക്കാം? ഇതൊക്കെ കോഡാ. ഇങ്ങനെ എത്ര കോഡുകൾ വരയ്ക്കാന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു സർക്കിളിനകത്ത് 21 പോയിന്റ്സ് ഉണ്ട്. ആ 21 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര കോഡ് വരയ്ക്കാം? ഞാൻ ഇന്നലെ പറഞ്ഞതാ. സർക്കിളും കോഡും അല്ല പറഞ്ഞെന്നുള്ളൂ, വേറെ കാര്യങ്ങൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞതാണ്. ആലോചിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. സർക്കിളിൽ 21 പോയിന്റ് ഉണ്ട്. 21 പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് എത്ര കോഡ് വരയ്ക്കാം? പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് എത്ര കോഡ് വരയ്ക്കാം? എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേട്ടോ. ഞാൻ ആൻസർ അല്ല പ്രതീക്ഷിക്കണേ, എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? നമുക്ക് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? എന്താ അഷ്കറെ പറഞ്ഞു? എൻ സീറ്റ് വെച്ചിട്ടാണ്. എന്നിന്റെ അവിടെ 22 കൊടുക്കും. 21 കൊടുക്കും. സിയുടെ അവിടെ 2 കൊടുക്കും. NC2 ആണ് നീ ഉദ്ദേശിച്ചത്? അല്ല, 21 C2 ആണ് നീ ഉദ്ദേശിക്കുന്നത്. ശരി, 2 എന്തുകൊണ്ട് എടുത്തു? 2 പോയിന്റ് ആണല്ലോ ഒരു കോഡ് വരയ്ക്കണേ. അതാണ് കേട്ടോ ആൻസർ. ഒരു കോഡ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് കിട്ടിയാ പോരെ? 2 പോയിന്റ് ജോയിൻ ചെയ്താൽ ഒരു കോഡ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തറിഞ്ഞാൽ മതി? 21 പോയിന്റിൽ നിന്ന് 21 പോയിന്റ് ആകെയുണ്ട്. ഈ 21 പോയിന്റിൽ നിന്ന് 2 പോയിന്റ് എത്ര രീതിയിൽ എടുക്കാം എന്നറിഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായോ?
ഒരു കോഡ് വരയ്ക്കാൻ 2 പോയിന്റ് മതി. 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്താൽ കോഡായി. ആകെ 21 പോയിന്റ് ഉണ്ട്. അപ്പൊ 21 പോയിന്റിൽ നിന്ന് 2 പോയിന്റുകൾ എത്രയൊക്കെ രീതിയിൽ എടുക്കാം? അതാണ് അതിന്റെ ആൻസർ. 21C2 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, താഴെ എഴുതിക്കോ, ആൻസർ എഴുതിക്കോ. A chord is determined by any 2 points on a circle. A chord is determined by any 2 points on a circle. Chord is determined by any 2 points on a circle. A chord is determined by any 2 points on a circle. Chord is determined by any 2 points on a circle. Therefore, the number of chords equal to 21C2. Number of chords equal to 21C2. എങ്ങനെയാ കണ്ടുപിടിക്കണേ 21C2? അമ്മാനെ 21C2 നമുക്ക് എങ്ങനെ കാണാം? 21 into 22. 21 into? അല്ലേ, 21 into 20 by 1 into 2. 2 20 വെട്ടിക്കഴിഞ്ഞാൽ 10 ആയിക്കോളും. 210. 210. 210 കോഡ് വരയ്ക്കാം കേട്ടോ. 21 പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആകെ 210 കോഡ് വരയ്ക്കാൻ പറ്റും. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ക്രിക്കറ്റ് കളിയുടെ കാര്യം പറഞ്ഞില്ലേ? ആകെ എത്ര ടീമുണ്ട്? 6 ടീം ഉണ്ടായിരുന്നു. എത്ര ഗെയിം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിമിനകത്ത് 2 ടീമാണ് വരുന്നത്. അപ്പൊ 6 ടീമിൽ നിന്ന് 2 ടീമിനെ എങ്ങനെയൊക്കെ എടുക്കാം? 6C2 ആയിരുന്നു അവിടുത്തെ ആൻസർ. ഇതും അതുപോലെ തന്നെ 6C2 വന്നതുപോലെ തന്നെ. Question number 4. How many ways can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? How many ways? Question ശരിക്കും വായിക്കണം കേട്ടോ. How many ways a team of 3 boys and 3 girls? 3 ബോയ് വേണം, 3 ഗേളും വേണം. ടീമിനകത്ത് 3 ബോയ് 3 ഗേളും വേണം. ആകെ എത്ര പേരൊക്കെ ഉണ്ട്? 5 ബോയ്സും 4 ഗേൾസും. 5 ബോയ്സ് ഉണ്ട്, 4 ഗേൾസ് ഉണ്ട്. 5 ആൺകുട്ടിയും 4 പെൺകുട്ടിയും ഉണ്ട്. ആകെ 9 പേരുണ്ട് കേട്ടോ. ഈ 9 പേരിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ടീം ഉണ്ടാക്കുന്നത്. 5 ബോയ്സും 4 ഗേൾസും അല്ലെ. ആകെ 9 പേരുണ്ട്. 9 പേരിൽ നിന്ന് നമുക്ക് 6 പേരെ സെലക്ട് ചെയ്ത് ടീം ഉണ്ടാക്കണം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, 3 പേര് ബോയ്സ് ആയിരിക്കണം, 3 പേര് ഗേൾസ് ആയിരിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 3 ബോയ് നിർബന്ധമാണ്, 3 ഗേളും നിർബന്ധമാണ്. ഒന്ന് പറഞ്ഞു തന്നെ. വിശാലേ, നിനക്ക് തോന്നുന്ന രീതി പറഞ്ഞു, ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞു. നോക്കട്ടെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ 9 പേരുണ്ട്. അപ്പോ പിന്നെ 3 3 6 പേര്. ഒരു ടീമിൽ 6 പേരെന്നല്ല പറഞ്ഞ? 6 പേര് വേണം. 3 ഗേൾസ്. അപ്പോ 9C6 ആണോ? 9C6 അല്ല. 9C6 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോളൂ? ഞാൻ പറയട്ടാ. 9C6 എന്ന് പറഞ്ഞാൽ ആകെ 9 ആളുകളിൽ നിന്ന് 6 പേരെ എങ്ങനെയൊക്കെ എടുക്കാന്നേ ആയുള്ളൂ. നമുക്കവിടെ വേറെ കണ്ടിട്ട് 9 പേരിൽ നിന്ന് 6 പേരെ എടുക്കുക എന്ന് പറഞ്ഞാൽ 9C6 ആണ്. പറഞ്ഞു മനസ്സിലായോ? 9 പേരിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ 9C6 ആൻസർ കറക്റ്റ് ആണ്. 9 പേരിൽ നിന്ന് 6 പേര് എടുക്കണം. നമുക്കിവിടെ അങ്ങനെയല്ല. നമുക്ക് ആ 6 പേരിൽ 3 പേര് ബോയ്സ് ആയിരിക്കണം, 3 പേര് ഗേൾസ് ആയിരിക്കണം. അപ്പൊ 3 ബോയ്സ് ഉറപ്പായിട്ടും വേണം, 3 ഗേൾസും ഉറപ്പായിട്ടും വേണം. 3 ബോയ്സിനെ എങ്ങനെ എടുക്കും? 3 ബോയ്സിനെ കിട്ടുന്നത് മറക്കാൻ 5C3.
മാറ്റണ്ടോ? ഇല്ല ഇല്ല, അത് തന്നെയാ. അത് തന്നെയാണ് 5C3 കേട്ടോ. ബോയ്സിനെ കിട്ടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തന്നോളാം, വന്നിട്ട് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞു തരാം. ബോയ്സിനെ കിട്ടാനുള്ള മാർഗം 5C3 ആണ്. ഇവിടെ 5 ബോയ്സ് ആകെയുണ്ട്. ആകെ 5 ബോയ്സ് ഉണ്ട്. നമ്മുടെ ടീമില് 3 ബോയ്സ് വേണം. അപ്പോൾ 5 പേരിൽ നിന്ന് 3 പേരെ 5-3 വേസിൽ സെലക്ട് ചെയ്യാം. 5-3 എത്രയായിരുന്നു എന്റെ ആൻസർ? 5C3 എന്ന് പറഞ്ഞാൽ 5 × 4 × 3 by 1 × 2 × ഈ 5C3 കാണാൻ പറഞ്ഞാൽ 5C2 ഉണ്ടായാലും മതി കേട്ടോ. ശരിയല്ലേ? ശരിയാണോ? 5C3 കാണാൻ പറഞ്ഞാൽ 5C2 ഉണ്ടാ മതിയോ? എന്നാ 3 + 2 5 ആയില്ലേ? 3 + 2 5 ആയില്ലേ? അങ്ങനെ കണ്ടാലും മതി കേട്ടോ. ശരി. അപ്പോൾ ഇവിടെ 3 യും 3 യും കട്ടായി പോയിക്കോളും, 2 ഉം കട്ടായി പോയിട്ട് 5 × 2 10 വരും. 10 രീതിയിൽ തിരഞ്ഞെടുക്കാം. അതായത് 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ 10 വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ 10 വ്യത്യസ്ത രീതിയിൽ സെലക്ട് ചെയ്യാം. ഇനി ബാക്കി 4 പെൺകുട്ടിയിൽ നിന്ന് 3 പെൺകുട്ടികളെ വേണം. 4 പെൺകുട്ടികളിൽ നിന്ന് 3 പെൺകുട്ടികളെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? എത്ര ഫെൻസ? 4C3. ശരി. 4 പെൺകുട്ടികളിൽ നിന്ന് 3 പെൺകുട്ടികളെ 4C3 എത്ര വരും ഫെൻസ? അതിന്റെ ആൻസർ 4C3 4 × 3 × 2 4 × 3 × 2 by 1 × 2 × 3 1 × 2 അപ്പൊ 2 യും 3 യും വെട്ടി പോയിട്ട് ബാക്കി എത്ര വരും? 4 വരില്ലേ? 4 വരും. ശരി. നമ്മുടെ ആൻസറിലേക്ക് ആയില്ല കേട്ടോ. ആൻസറിലേക്ക് ആയിട്ടില്ല. മിഷാൽ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങൾ എടുക്കരുത് കേട്ടോ. ആദ്യം പറഞ്ഞതിന്റെ ആൻസർ 9C6 ആണ്. 9C6 എന്ന് പറഞ്ഞാൽ 9 പേരിൽ നിന്ന് 6 പേരെ കിട്ടും. അപ്പൊ അതിനകത്ത് ബോയ്സും ഗേൾസിന്റെ എണ്ണമൊക്കെ വേറെ വേറെ ആയിരിക്കും. ചിലപ്പോൾ 5 ബോയ്സും ഉണ്ടാവാം, കൂടെ 1 ഗേൾ ആയിരിക്കാം. ചിലപ്പോൾ 4 ഗേൾ ഉണ്ടാവാം, ബാക്കി 2 ബോയ്സ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിലും വരും. അപ്പൊ അതല്ല ആൻസർ. 9 പേരിൽ നിന്ന് 6 പേര് എടുക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടീമിൽ 3 ആൺകുട്ടികൾ വേണം. 3 ആൺകുട്ടികളുണ്ടെങ്കിൽ 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ സെലക്ട് ചെയ്യണം 5C3. ദെൻ 4 പെൺകുട്ടികളിൽ നിന്ന് 3 പെൺകുട്ടികളെ സെലക്ട് ചെയ്യണം 4C3. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യാം? എന്താ അന്നമാർഗം? സർ 10 + 4 10 + 4 10 + 4 അല്ല, 10 + 4 അല്ല. ടെൻ പ്ലസ് 4 C6 ആണ്. അല്ല. സാറാ പറഞ്ഞോ. m × n ചെയ്താൽ മതിയോ? 10 × 4 10 × 4 10 × 4 എങ്ങനെ കിട്ടി? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. 10 × 4 ആണോ? ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കണ്ടോ? വളരെ ദുബായിലേക്ക് പോയ കാര്യം പറഞ്ഞ ഓർക്കണ്ടോ? മൂവാറ്റുപുഴക്കാരൻ ദുബായിക്ക് പോയ കാര്യം പറഞ്ഞ ഓർക്കണ്ടോ? മിനിഞ്ഞാന്ന് എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? മൂവാറ്റുപുഴയിൽ നിന്ന് കൊച്ചി വരെ 3 മാർഗം, 1, 2, 3 മാർഗത്തിൽ പോകും. ദെൻ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകണ എങ്ങനെയാണ്? വേറെ 2 മാർഗം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈക്വൽ ടു 3 × 2 അല്ലേ? ഇവിടെ നമ്മുടെ ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് 6 പേരെ സെലക്ട് ചെയ്യണം. 3 ആൺകുട്ടീനെയും 3 പെൺകുട്ടീനെയും സെലക്ട് ചെയ്യണം. അപ്പൊ 3 പെൺകുട്ടീനെ അല്ലെങ്കിൽ 3 ആൺകുട്ടീനെ ഏതെങ്കിലും ആട്ടെ, അതിനകത്ത് ഒരെണ്ണമാണ് ഫസ്റ്റ് ഇവന്റ്. 3 ആൺകുട്ടിയെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇവന്റ് ആണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഏത് വരുന്നത്? 3 പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ മൊത്തം 3 × 3 = 6. അപ്പോഴാണ് പരിപാടി തീരണുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ 6 പേരെ സെലക്ട് ചെയ്യണം. 6 പേരെ സെലക്ട് ചെയ്യേണ്ടതിനകത്ത് ആദ്യം 3 ആൺകുട്ടികളെ സെലക്ട് ചെയ്തു. അതിനുശേഷം അതിന്റെ തുടർച്ചയായിട്ട് 3 പെൺകുട്ടികളെ സെലക്ട് ചെയ്തു. അത് രണ്ടും ഇവന്റ് ആണ്. അപ്പൊ ആദ്യത്തേത് 10 രീതിയിൽ നടക്കും, രണ്ടാമത്തേത് 4 രീതിയിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈക്വൽ ടു 10 ×
4 ആണ്, 40 ആണ് കേട്ടോ. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് 10 into 4 ആണ് ആൻസർ. 40 ആണ് ആൻസർ. 40 രീതിയിൽ സെലക്ട് ചെയ്യാം. 40 രീതിയിൽ. പറഞ്ഞ മനസ്സിലായോ? 40 രീതിക്കകത്ത് കൺഫ്യൂഷൻ ഉണ്ടോ? ആൺകുട്ടികളുടെ ടീമിനെ, ആൺകുട്ടികളെ 10 രീതിയിൽ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇത് ഞാൻ ഇവിടെ എഴുതാട്ടോ. 1 ചുമ്മാ എഴുതുന്നേ. 1 2 3 4 5 6 7 8 9 10. ആൺകുട്ടികളുടെ ടീമിനെ 10 രീതിയിൽ സെലക്ട് ചെയ്തു. ശരിയല്ലേ? ആൺകുട്ടികളുടെ അതിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. 3 ആൺകുട്ടികളെ 10 രീതിയിൽ സെലക്ട് ചെയ്യുന്നതിനകത്തും 3 പെൺകുട്ടികളെ 4 രീതിയിൽ സെലക്ട് ചെയ്തു. അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഞാൻ പെൺകുട്ടികളുടെ അവിടെ എഴുതുന്നത് കേട്ടോ. ABCD. ഇതാണ് 3 പെൺകുട്ടികളുടെ 4 ടീം. പറഞ്ഞു മനസ്സിലായോ? 10 ആൺകുട്ടികളുടെ ടീമിനെ ഞാൻ 1 2 3 4 10 എന്ന് കൊടുത്തു. പെൺകുട്ടികളുടെ ടീമിന് ABCD ഇതും കൊടുത്തു കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സെലക്ഷൻ ഇല്ലേ? 1A എന്നൊരു ടീമുണ്ട്, 2A 3A 4A 5A 6A 7A 8A 9A 10A. അപ്പൊ 10 ടീമായില്ലേ? മനസ്സിലായോ? 10 ടീം വന്നില്ല ഇങ്ങനെ. 3 ആണും 3 പെണ്ണും ഉള്ള 10 ടീമായി. അതുപോലെ A മാറ്റിയിട്ട് B കൊടുക്കുമ്പോൾ വീണ്ടും 10 ആവില്ലേ? C കൊടുക്കുമ്പോൾ വീണ്ടും 10 ആവും. D കൊടുക്കുമ്പോൾ വീണ്ടും 10 ആവും. അങ്ങനെയാണ് 40 ടീം വരുന്നത്. 40 ടീം വരും. ഓക്കെ, ഇനി എഴുതിക്കോ. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. എഴുതിക്കൊള്ളുക. 3 boys can be selected from 3 boys can be selected from 3 boys can be selected from 5 boys in 3 boys can be selected from 5 boys. 3 boys can be selected from 5 boys in 5C3. 5C3 ബോർഡിലുണ്ട്, ചെയ്യുക. 5C3 ഈക്വൽ ടു 10 ways. 10 രീതിയിൽ 3 boys can be selected from 5 boys in 5C3 equal to 10 ways. താഴെ എഴുതുക. 3 girls can be selected from 4 girls. 3 girls can be selected from 4 girls. 3 girls can be selected from 4 girls in 4C3. 4C3 equal to 4 ways. എഴുതിയോ? താഴെ കൺക്ലൂഡ് ചെയ്തോ. ഇനി ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, by fundamental principle of counting, total number of selection, by fundamental principle of counting, total number of selections equal to 10 into 4 equal to 40. By fundamental principle of counting, total number of selections equal to 10 into 4 equal to 40. ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ? ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ്. Find the number of ways of selecting 9 balls from 6 red balls, 5 white balls, and 5 blue balls. If each selection consists of 3 balls of each color. Selection എന്ന് കണ്ടാൽ കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലായിക്കൊള്ളണം കേട്ടോ. Selection means combination. Number of ways of selecting 9 balls. 9 ബോൾ എടുക്കണം കേട്ടോ. 9 ബോൾ സെലക്ട് ചെയ്യണം. 9 ബോൾ സെലക്ട് ചെയ്യണം. എന്തൊക്കെയാ നമുക്ക് തന്നേക്കണത്? 6 റെഡ് ബോൾസ്, 6 റെഡ് ബോൾസ്, 5 വൈറ്റ് ബോൾസ്, 5 വൈറ്റ് ബോൾസ്, 5 ബ്ലൂ ബോൾസ്. 6 റെഡ് ഉണ്ട്, 5 വൈറ്റ് ഉണ്ട്, 5 ബ്ലൂ ഉണ്ട്. 9 ബോൾ എടുക്കണം. If
ഈച്ച് സെലക്ഷൻ കൺസിസ്റ്റ് ഓഫ് 3 balls ഓഫ് ഈച്ച് കളർ. ഓരോ ആ 9 ബോളിന് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചുമ്മാ 9 ബോൾ എടുത്താൽ പോരാ, വെറുതെ 9 ബോൾ എടുത്താൽ പോരാ. എന്താ പിന്നെ കണ്ടീഷൻ പറഞ്ഞേക്കണത്? ആ 9 ബോളിനകത്ത് 3 എണ്ണം വൈറ്റ് ആയിരിക്കണം, 3 എണ്ണം ബ്ലൂ ആയിരിക്കണം, 3 എണ്ണം റെഡും ആയിരിക്കണം. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ് കേട്ടോ. ടീം പറഞ്ഞില്ലേ 3 ബോയ്സും വേണം 3 ഗേൾസും വേണം എന്ന് പറഞ്ഞില്ലേ? 6 പേരെ എടുക്കണം, അതിനകത്ത് 3 പേര് ബോയ്സ് ആയിരിക്കണം, 3 പേര് ഗേൾസ് ആയിരിക്കണം. ഇവിടെ അതുപോലെ തന്നെയാ. 9 ബോൾ എടുക്കണം. ആ 9 ബോൾ എടുക്കണേൽ 3 എണ്ണം റെഡ് വന്നം, 3 എണ്ണം ബ്ലൂ വന്നം, 3 എണ്ണം വൈറ്റും വന്നം. അപ്പൊ 3 റെഡ് എടുത്തേ പറ്റുള്ളൂ. എടുക്കുന്നതിൽ 3 റെഡ് ഉണ്ടാവണം. 5 വൈറ്റിൽ നിന്ന് 3 വൈറ്റ് എടുത്തേ പറ്റുള്ളൂ. 5 ബ്ലൂവിൽ നിന്ന് 3 ബ്ലൂവും എടുത്തേ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം? സ്റ്റെപ്സ് എങ്ങനെ എഴുതാം? 3 റെഡ് ബോൾസ് ക്യാൻ ബി സെലക്ടഡ്. എഴുതിക്കോ. എങ്ങനെ എടുക്കാം 3 റെഡ് ബോളിനെ? 3 റെഡ് ബോൾസ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം 6 റെഡ് ബോൾസ്. 3 red balls can be selected from 6 red balls. 6 റെഡ് ബോളിൽ നിന്ന് 3 റെഡ് ബോൾ. സാർ ഈ 6 റെഡ് ബോളിൽ നിന്ന് 3 റെഡ് ബോൾ എടുക്കാന്ന് വെച്ചാൽ റെഡ് എന്ന് പറഞ്ഞ ഒറ്റ കളറിലേ ഉള്ളൂ. എല്ലാം ഒരുപോലെ ഇരിക്കുള്ളൂ. 6 റെഡ് ബോളിൽ നിന്ന് 3 റെഡ് ബോൾ എടുക്കാം. പല രീതിയിൽ എടുക്കാലോ. അതെങ്ങനെ പല രീതിയിൽ ഇരിക്കണം? എടാ എല്ലാ ബോളും നീ ഉദ്ദേശിക്കുന്നത് 3 റെഡ് ബോൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പെടുത്താലും ഒരുപോലെ ഇരിക്കുന്നതാണോ നീ ഉദ്ദേശിക്കുന്നത്? 3 റെഡ് അല്ലേ? അല്ല എല്ലാം റെഡ് അല്ലേ? എല്ലാം റെഡാണ്. പക്ഷെ അതല്ല കേട്ടോ. എല്ലാം റെഡാണ്, എല്ലാം റെഡാണ്, അതിനെ സംഭവിച്ചു. പക്ഷെ നമുക്ക് 6 ബോൾ ഇവിടെ തന്നിട്ടില്ലേ? 6 ബോളിൽ നിന്ന് 3 ബോളിനെ എത്ര രീതിയിൽ എടുക്കാം? എങ്ങനെ എടുത്താലും 3 ബോൾ ഉണ്ടാവും, 3 റെഡ് ബോൾ ആയിരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ കുറെ രീതിയാണ്. എടാ ഒരു പ്രാവശ്യം എടുക്കുമ്പോ കിട്ടുന്ന അതേ ബോളുകൾ തന്നെയാണോ പിന്നെ എടുക്കുമ്പോ കിട്ടുന്നത്? അതെങ്ങനെ മനസ്സിലാവണ? മനസ്സിലാവണത് അത് പറഞ്ഞിട്ടില്ലല്ലോ. ഐഡന്റിക്കലാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല എന്നാ തിരിച്ചു ഞാൻ ചോദിക്കാം. ഐഡന്റിക്കലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. Find the number of ways of selecting 9 balls from 6 red balls, 3 balls of each color. ഐഡന്റിക്കലാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലടാ. അങ്ങനെ മുടം തന്നെയെങ്കിലും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 6 ബോളിൽ നിന്ന് 3 ബോൾ എത്ര രീതിയിൽ എടുക്കാം? 63. 6 റെഡ് ബോളിനെ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. എന്താ അഷ്കറെ, ഡൗട്ടാണോ? അതേ ആൻസർ പറയാനാണോ? ഡൗട്ടില്ല. ഓക്കെ. അപ്പൊ എത്ര രീതിയിൽ എടുക്കാം? 63 എഴുതിയോ? 63യുടെ ആൻസർ എത്രയാ മക്കളെ? 63 എത്ര വരും? 63 ഈക്വൽ ടു 5 into 4. 20 ആണോ? 20. ഓക്കെ 20. 3 white balls can be selected from 5 white balls. 3 white balls can be selected from 5 white balls in 3 white balls can be selected from 5 white balls in 5C3 ways. 3 white balls can be selected from 5 white balls in 5C3 ways. 5C3 എന്ന് പറഞ്ഞാൽ 5 into 4 by 1 into 2. 10 അല്ലേ? ആണോ? അടുത്ത അങ്ങനെ തന്നെ വരും അല്ലേ? അടുത്തതോ? അടുത്ത അങ്ങനെ തന്നെ. 3 blue balls can be selected from 3 blue balls can be selected from 5 blue balls. 3 blue balls can be selected from 5 blue balls in 5C3 ways. 5C3 equal to 10 ways.
by fundamental principle of counting, total number of selections equal to, by fundamental principle of counting, total number of selections equal to, by fundamental principle of counting, total number of selections equal to 20 into 10 into 10. Total number of selections equal to 20 into 10 into 10 equal to 2000. 2000. Question number 6, 6yj. Determine, question വായിക്കണം കേട്ടോ, question ശരിക്ക് വായിക്കണം. Determine the number of 5 card combinations. 5 card combinations out of a deck of 52 cards. Cards 52 ആണ് കേട്ടോ. Total number of cards, ഒരു deck card എന്ന് പറഞ്ഞാൽ 52 ആണ്. 52 cards. If there is exactly one ace in each combination. Question meaning ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 5 കാർഡുകൾ വീതം, 5 കാർഡുകൾ നമുക്ക് എടുക്കണം. എത്ര രീതിയിൽ 5 കാർഡ് എടുക്കാം എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. എത്ര രീതിയിൽ 5 കാർഡ് എടുക്കാം? അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞേക്കണേ? ആ 5 കാർഡിൽ ഒരെണ്ണം എയ്സ് ആയിരിക്കണം, എ ആയിരിക്കണം. 5 കാർഡ് വീതം എത്ര കോമ്പിനേഷൻ ഉണ്ട്? 5 കാർഡ് വീതം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ആ 5 കാർഡിൽ ഒരെണ്ണം എയ്സ് ആയിരിക്കണം, അത് മസ്റ്റ് ആണ്. ബാക്കി 4 എണ്ണം എന്ത് വേണമെങ്കിലും ആവാം. ഒരെണ്ണം എയ്സ് ആയിരിക്കണം. ഒരെണ്ണം, ഒറ്റ എയ്സേ പാടുള്ളൂ കേട്ടോ, ഒറ്റ എയ്സേ പാടുള്ളൂ അല്ലെ? അങ്ങനെ പറഞ്ഞേക്കണത്, അത് നിർബന്ധമല്ലേ? 1 ace. There is exactly, കണ്ടോ, എക്സാക്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. There is exactly 1 ace. ഒരേ ഒരു എയ്സ് മാത്രമേ പാടുള്ളൂ. 5 കാർഡ് സെലക്ട് ചെയ്യണം. ആകെ 52 കാർഡ് ഉണ്ട്. 52 കാർഡിൽ നിന്ന് 5 കാർഡുകൾ എത്ര രീതിയിൽ എടുക്കാം? ആ 5 കാർഡിൽ ഒരെണ്ണം നിർബന്ധമായിട്ടും, ഒരെണ്ണം എക്സാക്ട്ലി 1, ഒന്നിൽ കൂടാനും പാടില്ല, എക്സാക്ട്ലി 1, ഒരെണ്ണം നിർബന്ധമായിട്ടും എന്തായിരിക്കണം? എയ്സ് ആയിരിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ക്വസ്റ്റിന്റെ മീനിങ് അതാണ്. 5 കാർഡ് എടുക്കണം, ഒരെണ്ണം എയ്സ് ആയിരിക്കണം, ബാക്കി 4 എണ്ണം എന്ത് വേണമെങ്കിലും ആവാം, എയ്സ് വരാൻ പാടില്ല. ആലോചിച്ചു നോക്കാം. എങ്ങനെയായിരിക്കും റോസ്മേരി? സർ 52C5. 52C5 അല്ല. 52C5 എന്ന് പറഞ്ഞാൽ 52 കാർഡിൽ നിന്ന് 5 കാർഡ് എടുക്കുക എന്നുള്ളതാ. അതിനകത്ത് എയ്സ് വേണം, ഉണ്ടാവാണ്ടിരിക്കാം. ചിലപ്പോൾ 4 എണ്ണം എയ്സ് ആവാം, 3 എണ്ണം എയ്സ് ആവാം, എയ്സ് ഇല്ലാണ്ടിരിക്കാം, അങ്ങനെ എന്തുകൊണ്ടും ആവാം. 52C5, 52 കാർഡിൽ നിന്ന് 5 കാർഡ് എടുക്കാൻ പറഞ്ഞാൽ 52C5 ആയി. 52 കാർഡിൽ നിന്ന് 5 കാർഡ് 52C5. നമുക്കത് പോരാ. ആ 5 കാർഡിൽ ഒരെണ്ണം നിർബന്ധമായിട്ടും എയ്സ് ആയിരിക്കണം, ബാക്കി 4 എണ്ണം എയ്സ് ആവാനും പാടില്ല. മിർസ സർ ശരിയാണെന്നറിയില്ല. 52C1 into 52C4 കിട്ടും. ഇല്ല, 52C1 എന്ന് പറഞ്ഞ എങ്ങനെയാ, എന്താ ഉദ്ദേശിക്കണേ മിർസ? 52C1 കൊണ്ട് എന്ത് ഉദ്ദേശിക്കും? മിർസ പറഞ്ഞോ, പലർക്കും അത് തോന്നുന്നുണ്ടാവും ആൻസർ, അതുകൊണ്ട് ഞാൻ മിർസയോട് ചോദിക്കുന്നത്. 52 കാർഡ്സിൽ നിന്ന് എക്സാക്ട് 1 ഏസ് കാർഡിന്. അങ്ങനെ ഒരു എയ്സ് കിട്ടാനായിട്ട് 52 എയ്സ് ഉണ്ടോ?
പോസിബിലിറ്റി അല്ലേ? അല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ. 52 കാർഡിനകത്ത് എത്ര എണ്ണം ഉണ്ട് എയ്സ? അതറിയാൻ പറ്റില്ല. ശരിയാ. അല്ല മിർസ, എന്റെ ക്വസ്റ്റൻ അതല്ല, അതിന്റെ കൃത്യമായ ഉത്തരവുണ്ട്. 52 ചീട്ട്, ഒരു ഡെക്ക് കാർഡിനകത്ത് 52 എണ്ണം ഉണ്ട്. അതിനകത്ത് എത്ര എയ്സ് ഉണ്ട്? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാ? മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ അത്യാവശ്യം ചീട്ടുകൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, അതുപോലെ പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ചീട്ടുകൾ അറിയണം. ചീട്ടിനകത്ത് ഏതൊക്കെ ടൈപ്പ് ചീട്ടുകൾ ഉണ്ടെന്നൊക്കെ അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. എത്ര എയ്സ് ഉണ്ട് ഒരു ഡെക്ക് കാർഡ്സിനകത്ത്? എത്ര എയ്സ് ഉണ്ട്? 4 കേട്ടോ. 4 എയ്സ് ഉണ്ട്. നമുക്കിവിടെ എയ്സും എയ്സ് അല്ലാത്തതും. അപ്പൊ നമുക്ക് അതിനെ തിരിക്കാം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 52 എണ്ണത്തിനകത്ത് 4 എണ്ണം എയ്സ് ആണ്, ബാക്കി 48 എണ്ണം എയ്സ് അല്ല. മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് പിള്ളേരെ. ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നുള്ളൂ. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ബോളിന്റെ കാര്യം പറഞ്ഞില്ലേ, ബോളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ബോയ്സിനെയും ഗേൾസിനെയും സെലക്ട് ചെയ്ത പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഇത് വേറെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മൊത്തം 52 ചീട്ടുണ്ട്. അതിനകത്ത് 4 എണ്ണം എയ്സ് ആണ്, ബാക്കി 48 എണ്ണം എയ്സ് അല്ല. നമുക്ക് എന്താ വേണ്ടത്? 5 ചീട്ട് എടുക്കണം. 5 ചീട്ടിൽ ഒരെണ്ണം എയ്സ് ആയിരിക്കണം, ബാക്കി 4 എണ്ണം എയ്സ് അല്ലായിരിക്കണം. അപ്പോൾ ഒരു എയ്സിനെ എത്ര രീതിയിൽ കിട്ടും? ഒരു എയ്സ് കിട്ടാനായിട്ട് എത്ര മാർഗമുണ്ട്? എന്റെ ക്വസ്റ്റ്യൻ കേട്ടോ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നമുക്ക് ഒരു എയ്സിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ആകെ എത്ര എയ്സ് ഉണ്ട്? ആകെ 4 എണ്ണം അല്ലേ ഉള്ളൂ. ആ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കണ്ടേ? വേറെ ഏതെങ്കിലും ചീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എയ്സ് കിട്ടുമോ? ഇല്ലല്ലോ. നമുക്ക് ഒരു എയ്സ് കിട്ടണം. ഒരു എയ്സ് കിട്ടണമെങ്കിൽ 4 എയ്സിൽ നിന്ന് ഒരെണ്ണം എടുത്താലാണ് ഒരു എയ്സ് ആവുള്ളൂ. അപ്പൊ അതിന്റെ മാർഗം എത്രയാണ്? എത്ര രീതിയിൽ നമുക്ക് എയ്സിനെ സെലക്ട് ചെയ്യാം? എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ആദ്യ ഞാൻ ആൻസർ കേട്ടില്ല. പെട്ടെന്ന് പറഞ്ഞോളെ. പക്ഷില്ല. ലുക്മാനെ? 3 എങ്ങനെയാണ് കിട്ടിയത്? 3 മനസ്സിലായില്ല. എടാ, എത്ര ചീട്ടുണ്ട്? എത്ര എയ്സ് ഉണ്ട്? മൊത്തം 4 മൊത്തം 4 എയ്സല്ലേ ഉള്ളൂ. നമുക്ക് എടുക്കുന്ന 5 ചീട്ടിൽ ഒരെണ്ണം എയ്സ് ആയിരിക്കണ്ടേ? അപ്പൊ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കിട്ടണ്ടേ? എന്നാലല്ലേ എയ്സ് ആവുള്ളൂ. 4C1. 4C1. ഇടയ്ക്ക് അതിനു മുമ്പ് ഞാനൊരു ശബ്ദം കേട്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വല്ലതും വിളിച്ചതാണെന്നോ? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെന്നാലും നിർത്തിയില്ലെന്നുള്ളൂ. ഒരു സ്ത്രീ ശബ്ദം കേട്ടിരുന്നു. ഇല്ല, ശരി. ആകെ 4 എയ്സ് ഉണ്ട്. ഈ 4 എയ്സിൽ നിന്ന് ഒരു എയ്സ് നിർബന്ധമായിട്ടും കിട്ടിയേ പറ്റുള്ളൂ. അത് 4C1 ആട്ടോ. ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് എഴുതിയാൽ മതി. 4 എയ്സ് നമുക്കിവിടെ ഉള്ളത് 52 ചീട്ടുണ്ട്. 52 ചീട്ടിനകത്ത് 4 എണ്ണം എയ്സ് ആണ്, പ്ലസ് ബാക്കി 48 എണ്ണം ഉണ്ട് കേട്ടോ. 4 എണ്ണം എയ്സ്, ബാക്കി 48 എണ്ണം. ആ 48 എണ്ണം എന്താണെന്ന് ഇപ്പൊ തൽക്കാലം അറിയണ്ട, ഈ പ്രോബ്ലത്തിൽ അറിയണ്ട. 4 എയ്സ് ഉണ്ടെന്ന് അറിയണം. നമുക്ക് 4 എയ്സിൽ നിന്ന് ഒരു എയ്സ് നിർബന്ധമായും കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ നമ്മളിപ്പോ കണ്ടെത്തി, 4C1. അപ്പോൾ 4 എയ്സിൽ നിന്ന് ഒരു എയ്സ് കിട്ടി. ഇനിയോ നമുക്ക് മൊത്തം 5 ചീട്ട് വേണ്ടേ? 5 ചീട്ട് വേണം. ബാക്കി എത്ര എണ്ണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു? മിറിനെ, ബാക്കി എത്ര എണ്ണം വേണം മിറിനെ? സർ, ബാക്കി സാർ എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. 4C1 വരെ കിട്ടി, ബാക്കി ക്വസ്റ്റ്യൻ ചോദിച്ചത് മനസ്സിലായില്ല. അത് വേറെ ശ്രദ്ധിച്ചിരിക്കാത്തോണ്ടല്ലേ? അല്ല, ശ്രദ്ധിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം.
ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇത് കേൾക്കണമല്ലോ. ഞാൻ ചോദിച്ചത് 4 ചീട്ടിൽ നിന്ന് ഒരു ചീട്ട് എടുത്തു, ഇപ്പൊ ഒരു ഏസ് കിട്ടി. ഇനി നമുക്ക് എത്രനോടെ സെലക്ട് ചെയ്യണമെന്നാ ചോദിച്ചത്. നമ്മുടെ എത്രണ്ണം സെലക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കണത്? 5. 5 എണ്ണം. ഒരെണ്ണം ഏസ് കിട്ടിയില്ലേ? ഈ ബാക്കി എത്രണ്ണം സെലക്ട് ചെയ്യണം? 4 എണ്ണം. ബാക്കി 4 എണ്ണം സെലക്ട് ചെയ്യണം. ആ 4 എണ്ണം എവിടെ നിന്ന് സെലക്ട് ചെയ്യണം? ഉറപ്പിച്ചു പറ. 48 സീറ്റിൽ നിന്ന്. ബാക്കി 48 എണ്ണത്തിൽ നിന്ന് വേണം 4 എണ്ണം സെലക്ട് ചെയ്യാനായിട്ട്. എക്സാക്ട്ലി 1 ഏസ് എന്നാ പറഞ്ഞേക്കണേ. ഒരേ ഒരു ഏസേ പാടുള്ളൂ. അപ്പൊ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പൊ ചീട്ടിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞില്ലേ? ബോയ്സ് പ്ലസ് ഗേൾസ്, അതാണിത്. 4 48 കേട്ടോ. 4 എണ്ണം ഏസ് ആണ്. ബാക്കി 48 എണ്ണം ബാക്കി എല്ലാം കൂടെയും കൂടി. ഈ 4 ഏസിൽ നിന്ന് ഒരെണ്ണം കിട്ടണം 4C1. ബാക്കി 48 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം കിട്ടണം. 48 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? എത്ര രീതിയിൽ കണ്ടുപിടിക്കും റിസ്വാന? 48 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം? പെട്ടെന്ന് പറ റിസ്വാന. 48 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 48C4 ആണ്. 48. ശരിയാണേ. റിസ്വാനയ്ക്ക് എന്താ ഒരു ആത്മവിശ്വാസമില്ലായ്മ? ധൈര്യമായിട്ട് പറഞ്ഞോ. ശരിയാണ്. 48C4 കേട്ടോ. അപ്പൊ ഒരു ചീട്ട് 4C1 നിന്ന് കിട്ടും. 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യും. ബാക്കി 48 എണ്ണത്തിൽ നിന്ന് ബാക്കി 4 എണ്ണം സെലക്ട് ചെയ്യും. 48C4 അതൊക്കെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. Then total number of ways by fundamental principle of counting. Total number of ways എത്രയായിരിക്കും റിസ്വിനെ? By fundamental principle of counting, total number of ways equal to എങ്ങനെ കിട്ടും? 48 into 48 48 into 47 into 46. ഉത്തരം പറയണ്ട. അതല്ല, അത് വിട്. എങ്ങനെ കിട്ടും? ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇതിന്റെ ആൻസർ നീ ഇപ്പൊ പറയണ്ട, അല്ലാണ്ട് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് വെച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. 4C1 into 48C4. ഓക്കെ, ഗുഡ്. 4C1 into 48C4 ആയിരിക്കും ആൻസർ. പറഞ്ഞ മനസ്സിലായോ? 5 ചീട്ട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. 52 ചീട്ടിൽ നിന്ന് 5 എണ്ണം സെലക്ട് ചെയ്യണം. ചുമ്മാ 5 എണ്ണം എടുത്താൽ മതിയെങ്കിൽ 52C5 ആണ് ആൻസർ. ചുമ്മാ 5 എണ്ണം എടുത്താൽ പോരാ, ഒരെണ്ണം നിർബന്ധമായിട്ടും ഏസ് ആയിരിക്കണം. അപ്പൊ 4 ഏസിൽ നിന്ന് ഒരെണ്ണം എടുത്തേ പറ്റുള്ളൂ. അപ്പൊ 4C1. ബാക്കി 4 എണ്ണം എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ബാക്കി 48 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എടുത്തേ പറ്റുള്ളൂ. 48C4 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതിനകത്ത് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്നാ എഴുതിക്കോ. One ace card will be selected from. One ace card will be selected from. One ace card will be selected from. One ace card will be selected from 4 ace cards. One ace card will be selected from 4 ace cards. 4 ace cards in 4C1. 4C1 that is equal to 4 ways. 4C1 4 ആണ് കേട്ടോ. 4C1 equal to 4 ways. One ace card will be selected from 4 ace cards in 4C1 equal to 4 ways. താഴെ അടുത്ത ലൈനിൽ എഴുതി കൊടുക്കുക. The remaining 4 cards will be selected from. The remaining 4 cards will be selected from the remaining 48 cards. The remaining 4 cards will be selected from the remaining 48 cards. The remaining 4 cards will be selected from the remaining 48 cards in 48C4. കണ്ടുപിടിക്കണം കേട്ടോ. 48 into 47 into 46 into 45 by 1 into 2 into 3 into 4. 4 into 3
12 into 2 24. 24ഉം 48ഉം വെട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. 2 into 47 into 46 into 45. എത്ര വരും അത്? $1,94,580. Okay. 194580. Okay. By fundamental principle of counting, total number of ways equal to, by fundamental principle of counting, total number of ways equal to, by fundamental principle of counting, total number of ways equal to 4 into 194580 equal to 7. എത്ര വരും? 7,78,320. 7,8,320. 320. 2 7 ഉണ്ട് മുമ്പിൽ. സർ ഒരു 7 കൂടി ഉണ്ട്. ഒരു 7 ഉണ്ട്, 2 7 ഉണ്ട്. ശരിയായോ? 778320. 778320. ക്വസ്റ്റ്യൻ നമ്പർ 7 വായിച്ചോളൂ കേട്ടോ. അത് തന്നെ ചെയ്യണം, എളുപ്പമാണ്. In how many ways can one select a cricket team of 11 from 17 players? 17 കളിക്കാരിൽ നിന്ന് 11 പേരുള്ള ഒരു ടീം ഉണ്ടാക്കണം. 17 കളിക്കാരിൽ നിന്ന് 11 പേരെ സെലക്ട് ചെയ്യണം. Only 5 players, in which only 5 players can bowl. If each cricket team of 11 must include exactly 4 bowlers. എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും അർജുനെ? വായിക്കണുള്ളൂ സാറേ. ഞാൻ വായിച്ചു കേൾക്കുന്നവരോടാ, നീ കേട്ടില്ലേ? അല്ല, ടെക്സ്റ്റ് ഒക്കെ ഇത് വായിച്ചോണ്ടിരിക്കുകയാണ്, ബാക്കി കാര്യം എന്നൊക്കെയാ പറയണേന്ന്. ശരി, നീ എന്നാ വായിച്ചിട്ട് പറഞ്ഞോ. How many ways one select a cricket team of 11 from 17 players? 17 കളിക്കാരുണ്ട് കേട്ടോ, ആകെ 17 കളിക്കാരുണ്ട്. ഈ 17 കളിക്കാരിൽ നിന്ന് 11 പേരെ സെലക്ട് ചെയ്യണം. ഇനി വേറെ എന്താ തന്നേക്കണത്? In which ഈ 17 പേരിൽ only 5 players can bowl. 5 പേര് ബോളേഴ്സ് ആണ്. only 5 players can bowl. അപ്പോൾ ബാക്കിയുള്ളവരാരായിരിക്കും? ബാക്കിയുള്ളവര് ബാറ്റ്സ്മാൻമാര്. അപ്പൊ എത്ര ബാറ്റ്സ്മാൻമാരുണ്ട്? 6. 6 11 പേരല്ലേ? എടാ ആകെ എത്ര പേരുണ്ടെന്ന് നോക്ക്. ആകെത്തെ കാര്യം ഇപ്പൊ പറഞ്ഞത്. ടോട്ടൽ 17 പേര് തന്നിട്ടില്ലേ? 12. ആ 17 പേരിൽ 5 പേര് ബോൾ ചെയ്യുന്ന പറഞ്ഞേക്കണേ. ഈ 17 പേരിൽ 5 പേര് ബോളേഴ്സ് ആണ്. ബാക്കി 12 പേരല്ലേ? 12 പേര് ആരാണ്? ബാറ്റ്സ്മാൻ ഇപ്പൊ പറയരുതെന്നാ പറഞ്ഞത്. കേട്ടോർന്നോ? അങ്ങനെ ബാറ്റ്സ്മാൻ എന്ന് പറയരുതെന്ന്. ഇപ്പൊ പുതിയ പേരുണ്ടല്ലോ, എന്നതാ? സ്ട്രൈക്കേഴ്സ് ആണോ? അല്ല, സ്ട്രൈക്കേഴ്സ് ആണോ?
അല്ലല്ല, ഞാൻ ഒന്ന് വായിച്ചോർമ്മല്ലോ കേട്ടോ, അത്ര കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ബാറ്റ്സ്മാൻ എന്ന് പറയരുത്. കാരണം എന്താണ്, ബാറ്റർ വനിതാ ക്രിക്കറ്റർമാരുണ്ടല്ലോ, വനിതാ ടീമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പണ്ടല്ലേ ജെൻസിന് മാത്രം ഉണ്ടാകുന്നേ, പുരുഷ ടീം മാത്രം ഉണ്ടാകുന്നത്. ഇപ്പൊ വനിതാ ടീമുകളുണ്ട്. ബാറ്റ്സ്മാൻ എന്ന് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ബാറ്ററാണ്, ബാറ്റർ. ഓക്കെ, അത് നമുക്ക് എന്തോ ആയിക്കോട്ടെ കേട്ടോ, എന്തോ ആയിക്കോട്ടെ. 5 പേര് ബോൾ ചെയ്യും. 5 പേര് ബോൾ ചെയ്യുമെങ്കിൽ ബാക്കി 12 പേരും ബാറ്റ് ചെയ്യുന്നവരാണ് അല്ലെ. 5 പേര് ബോൾ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്, ബാക്കി 12 പേര് ബാറ്റ്സ്മാൻമാര് അല്ലെങ്കിൽ ബാറ്റർ. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കണേ, if each cricket team of 11, ഈ 11 പേരുള്ള ടീമിനകത്ത് മസ്റ്റ് ഇൻക്ലൂഡ് എക്സാക്ട്ലി 4 ബോളേഴ്സ്, 4 ബോളർമാര് ഉറപ്പായിട്ടും വേണം. 4 ബോളർമാര് ഉറപ്പായിട്ടും വേണം കേട്ടോ. 4 ബോളർമാര് ഉറപ്പായിട്ടും വേണം എന്നാണ് പറഞ്ഞേക്കണത്. എക്സാക്ട്ലി എന്നാ പറഞ്ഞേക്കണേ. 4 പറ്റുള്ളൂ, 4 ബോളർമാരെ പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരാരായിരിക്കും? അന്നേരം ബാക്കി 7 പേര് അല്ലേ? 7 പേര് ആരായിരിക്കും? 7 ബാറ്റേഴ്സ്. 7 പേര് ബാറ്റേഴ്സ് ആണ് കേട്ടോ. 7 ബാറ്റർ. അങ്ങനെ എത്ര രീതിയിൽ ടീം ഉണ്ടാക്കാന്നാണ് ക്വസ്റ്റ്യൻ. എത്ര രീതിയിൽ ടീം ഉണ്ടാക്കാം അല്ലെ? ഹൗ മെനി വേസ് ക്യാൻ വൺ സെലക്ട് എ ക്രിക്കറ്റ് ടീം? ക്വസ്റ്റ്യൻ മീനിങ് ക്ലിയർ അല്ലേ? ആകെ 12 പേരുണ്ട്, ആകെ 17 പേരുണ്ടെന്ന് തന്നിട്ടുണ്ട്. 17 പേരിൽ 5 പേര് ബോളേഴ്സ് ആണ്. അപ്പൊ ബാക്കി 12 പേര് ബാറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് 11 പേരുള്ള ഒരു ടീം ഉണ്ടാക്കണം. ആ ടീമിനകത്ത് 4 പേര് ഉറപ്പായിട്ടും എക്സാക്ട്ലി 4 പേര് കൃത്യം 4 പേര് ബോളേഴ്സ് ആയിരിക്കണം. അപ്പൊ ബാക്കി 7 പേര് ബാറ്റ്സ്മാൻ ആയിരിക്കണം. ബാക്കി 7 പേര് ബാറ്റ്സ്മാൻ ആയിരിക്കണം അല്ലെങ്കിൽ ബാറ്റർ ആയിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം? എങ്ങനെയാ അൽഫിയ സുനീറെ? കിട്ടിയില്ല. കിട്ടാൻ മാത്രമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. സാറേ 11C4 അങ്ങനെ എന്താണോ? 11C4 അങ്ങനെയാണോ? 11C4 എന്ന് പറഞ്ഞാൽ 11 പേരിൽ നിന്ന് 4 പേര് എടുക്കാന്നാണ്. 11 പേരിൽ നിന്ന് 4 പേര് എവിടെ എടുക്കണേ? അല്ല, ബോളർമാരായിട്ട് എടുക്കാന്നല്ലേ പറഞ്ഞേ. 11 പേര് ബോളർമാർ ഇവിടെ ഉണ്ടോ? ബോളറിൽ നിന്നല്ലേ ബോളർ എടുക്കാൻ പറ്റുള്ളൂ. 11 ബോളർമാരില്ലല്ലോ. 5C4. യെസ്, 5C4 into 12C7 ആണ്. 5C4 into 12C7 ആണ് കേട്ടോ. 5C4 ആകെ 5 ബോളറിലേ ഉള്ളൂ. 5 ബോളറിൽ നിന്ന് 4 ബോളർ വേണം. 5 ബോളറിൽ നിന്ന് 4 ബോളർ എടുക്കുന്നത് എങ്ങനെയാണ്? 5C4 ബേസിൽ. ബാക്കി 12 ബാറ്റ്സ്മാൻമാരുണ്ട്. 12 പേരിൽ നിന്ന് 7 പേര് എടുക്കണം. 12C7 കേട്ടോ. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എഴുതിക്കോ. 4 bowlers can be selected from 5 bowlers. 4 bowlers can be selected from 5 bowlers. ആകെ 5 പേരെ പന്തെറിയണവരുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വേണം 4 പേര് എടുക്കാൻ. 4 bowlers can be selected from 5 bowlers. 4 bowlers can be selected from 5 bowlers in 5C4. 5C4 എത്ര വരും? 5 ways. 5C4 equal to 5 ways. Then the remaining 7 players can be selected from the remaining 7 players. The remaining 7 players can be selected from the remaining 12 players. The remaining 7 players, ബാക്കി 7 പേരെ, can be selected from the remaining 12 players in 12C7 ways.
in 12C7. 12C7. 12 into 11 into 10 into 9 into 8 by 1 into 2 into 3 into 4 into 5. 2 into 4 8 പോകും. 5 10 by 2 വരും. 3 വരും. 6. 132 ഗുണം 6. 132. 792. 792. 792. 792 ways. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം, കിട്ടിയില്ലെങ്കിൽ പറഞ്ഞോളണം. ഞാൻ 12C7 പകരം 12C5 കണ്ടുപിടിച്ചേട്ടോ. 12C7 പകരേ ഞാൻ 12C5 ഇവിടെ എഴുതിയിട്ടുള്ളൂ. രണ്ടും ഒന്നല്ലേ? 12C7 12C5 ഒന്നാണ്. കൺക്ലൂഡ് ചെയ്തോ. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, by fundamental principle of counting, total number of ways equal to, by fundamental principle of counting, total number of ways equal to 5 into 792 equal to 5 into 792 equal to 3960. ക്ലിയർ ആണോ പിള്ളേരെ? ക്വസ്റ്റ്യൻ വായിച്ച് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കി ചെയ്യണം. സെലക്ഷൻ, എവിടെ സെലക്ഷൻ കണ്ടാലും അത് കോമ്പിനേഷൻ ആയിരിക്കും. കോമ്പിനേഷൻ എന്നൊന്നും പറയില്ല കേട്ടോ. സെലക്ഷൻ എന്നുള്ള വേർഡായിരിക്കും മിക്കവാറും കാണുന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്, 8ാമത്തെ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. എ ബാഗ് കണ്ടെയ്ൻ 5 black, 6 red. A bag contain 5 black and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected. 2 ബ്ലാക്കും 3 റെഡും. സിമ്പിൾ ആലോ? കംപ്ലീറ്റ് ചെയ്തേ. ബാഗിനകത്ത് 5 ബ്ലാക്ക് ഉണ്ട്, 6 റെഡും ഉണ്ട്. നമുക്ക് എന്ത് വേണം? 2 ബ്ലാക്കും 3 റെഡും. 2 ബ്ലാക്ക് എങ്ങനെ എടുക്കാം? രണ്ട് ബ്ലാക്ക് എത്ര രീതിയിൽ കിട്ടും? എത്രയാ ഫിദ? 2 ബ്ലാക്ക് എത്ര രീതിയിൽ കിട്ടും? 5C2 ബേസിൽ 5C2. എത്ര അതിന്റെ ആൻസർ? 5C2 ഈക്വൽ ടു 10. ഇനി എന്താ നമുക്ക് വേണ്ടത്? അടുത്തത് 3 റെഡ്. 3 റെഡ് എത്ര രീതിയിൽ കിട്ടും? 6C3 20. 20. ഓക്കെ 20 ആണ്. ശരി, 20. 6C3 20. Total number of ways by fundamental principle of counting. By fundamental principle of counting. By fundamental principle of counting. അത് എഴുതണം കേട്ടോ, വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. Total number of ways equal to 10 into 20 equal to 200. 10 into 20 equal to 200. ഓക്കെ, പഠിച്ചു വരിക കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അന്ന ലീവ് ചെയ്തിട്ടോ. അന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക, അല്ലെങ്കിൽ ലീവ് ചെയ്തോളുക.
Thank you, sir. Thank you, sir. Thank you, sir. Okay.